പോലീസ്. ഇവിടെ വരുന്ന ആളുകൾ ജിമ്മിൽ പോകുന്നവരാന്ന് പറഞ്ഞിട്ട് അവിടെ മേളിലൊരു ജിമ്മുണ്ട്. യോഗ, ഡെയിലി യോഗ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പട്ടിയുണ്ടല്ലോ അവിടെ, പണിയാവോ ഇല്ല? എത്താറായോ? സൂക്ഷിച്ച കേട്ടോ, ഒരു പട്ടി അവിടെ ഉണ്ട്.
മോൻ്റെ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു. മോളുടെ പക്ഷേ ലേറ്റായി. അവൾ +2 കഴിഞ്ഞപ്പോൾ അവൾ ബയോമാക്സ് ആയിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് അവൾക്ക് കമ്പ്യൂട്ടർ 11th and 12th പഠിക്കാത്തതുകൊണ്ട് അവൾ ആ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ കോഴ്സിന് പോയി. കോളേജിൽ സിയും C++ഉം പിന്നെ വേറെ ഏതാണ്ട് പൈത്തോൺ അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ ഒരു ചെറിയ കോഴ്സില്ലേ, 30 days 60 days കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് പോയി അവൾ. അപ്പോൾ ആ ടൈം അന്നേരം അങ്ങനെ പോയി. പക്ഷെ ബയോമാക്സ് എടുക്കണത് മറ്റേ എടുത്തുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റേ കമ്പ്യൂട്ടർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും എഞ്ചിനീയറിങ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ബയോമാക്സ് എടുത്താലും ബയോമാക്സ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. കമ്പ്യൂട്ടർ ഇല്ല എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. കാരണം അവൾക്ക് 94% മാർക്കോടുകൂടെ ഉള്ളൂ. ഡിസ്റ്റിങ്ഷൻ വിത്ത് ഓണേഴ്സ് വിത്ത് 93.9% മാർക്കോടുകൂടി അവിടെ എഞ്ചിനീയറിംഗ് പാസ്സായത്. അപ്പോൾ പിന്നെ അവിടെ ബയോമാക്സ് ആയിരുന്നു മറ്റേ ഇതിലെടുത്തായിരുന്നു, +2 പിന്നെ ബയോമാക്സ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സ്കൂളിലെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റുകൾ മിക്കവാറും ബയോമാക്സ് ആയിരിക്കും. കൂടുതൽ മാർക്ക് കിട്ടുന്നതൊക്കെ ബയോമാക്സിലെ കുട്ടികൾക്കായിരിക്കും. കാരണം അവർ 2 എഴുതണമെന്നുണ്ട്, എഞ്ചിനീയറിങ് എഴുതുന്നുണ്ട്, മെഡിസിൻ എഴുതുന്നുണ്ട്. മിക്കവാറും ഏത് സ്കൂളിലും എടുത്തു നോക്കിയാൽ ബയോമാക്സ് ഏറ്റവും ഡിഫിക്കൽട്ട് കിട്ടാനുള്ള ഏറ്റവും മാർക്ക് വേണ്ടതും ബയോമാക്സിനായിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മാത്സ് കമ്പ്യൂട്ടർ ആയിരിക്കും. പിന്നെ ബയോ ഇൻഫോ ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്. ബയോമാക്സ് ആണ് ഏറ്റവും കിട്ടാനായിട്ട്. അതിന് എല്ലാത്തിനും A+ ഉണ്ടെങ്കിലാണ് ബയോമാക്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പൾ തീരുമാനിക്കും കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. എല്ലാത്തിനും A+ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ബയോമാക്സ് കിട്ടും. എല്ലാ സബ്ജക്റ്റിനും A+ ഉള്ളവർക്ക് ഇപ്പോൾ CBSE ആണെങ്കിൽ, സ്റ്റേറ്റിൽ എനിക്കറിയില്ല കാരണം എല്ലാത്തിനും A+ ആയതുകൊണ്ട് ഇന്ന് പിന്നെ ക്രൈറ്റീരിയ എന്താണെന്നറിയില്ല. ഈ CBSE ആകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സ്കൂളിൽ ഒരു 10-15 പേര് കൂടുതൽ കാണൂല എല്ലാത്തിനും A+ കിട്ടിയവർ. അവർക്കെങ്ങനെ വന്നാലും ബയോമാക്സ് കിട്ടും. പിന്നെ ഒരു സബ്ജക്റ്റിന് A+ ഇല്ലാത്തത് 2 സബ്ജക്റ്റ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ പ്രിൻസിപ്പൾ തീരുമാനിക്കും. മറ്റേ +2 ഇതിൽ അപ്പം അന്ന് അവൾ പക്ഷേ മോളെടുക്കാൻ നേരത്ത് ലേറ്റായി. അവൾ ഒരു എഞ്ചിനീയറിങ് ജോയിൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചു. അന്നേരം ഭയങ്കരമായിട്ട് പഠിക്കാൻ, കോവിഡിൻ്റെ പ്രശ്നം, ഒരുപാട് പഠിക്കാൻ. പിന്നെ എഞ്ചിനീയറിങ് കഴിഞ്ഞ അവൾ മറ്റേ 2 വീലർ 4 വീലർ ലൈസൻസ് എടുത്തപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ പിന്നെ എടുത്തു. മോൻ പക്ഷേ 8th കഴിഞ്ഞപ്പോൾ മറ്റേ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവന് മറ്റേ ലേണേഴ്സ് കിട്ടി. ഇനി മറ്റേത് ഇങ്ങനെ ഇതുണ്ട്. ആ പുള്ളിക്ക് പിന്നെ മറ്റേ മാത്സ് കോഴ്സിനൊന്നും പോകണ്ടായിരുന്നില്ല. പുള്ളി മാത്സ് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് എഞ്ചിനീയറിങ് ഫീൽഡിൽ പോകുമ്പോൾ അതൊരു വിഷയം ഉണ്ടായിരുന്നില്ല.